കൊല്ലം പുനലൂരിൽ ഗാന്ധി പ്രതിമയ്ക്ക് നേരെ അതിക്രമം. മദ്യപിച്ച് യുവാവ് പ്രതിമയ്ക്ക് മുകളിൽ കയറിയ യുവാവ് അസഭ്യവർഷം നടത്തി. പ്രദേശവാസിയായ ഹരിലാലാണ് ഈ അതിക്രമം നടത്തിയത്. ഇയാൾ സ്ഥിരം പ്രശ്നക്കാരനാണെന്ന് നാട്ടുകാർ പറയുന്നു. കണ്ണൻ നായർ ചേരുന്നുണ്ട്. കണ്ണൻ പറയൂ. ഹരിലാല് നേരത്തെ ഇയാൾ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ എത്തി പ്രശ്നമുണ്ടാക്കിയിരുന്നു. അതിനുശേഷം പിങ്ക് പോലീസിന്റെ വാഹനത്തിന്റെ ചില്ലടിച്ചു ചേർത്ത ഒരു വ്യക്തി കൂടിയാണ്. അയാളാണ് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രപിതാവിന്റെ പ്രതിമയ്ക്ക് മുകളിൽ കയറി ഇത്തരത്തിൽ അതിക്രമം കാട്ടിയിരിക്കുന്നതും പ്രതിമയുടെ കരണത്ത് അടിക്കുന്നുണ്ട്. അയാൾ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് അശ്ലീല പദങ്ങൾ ഉപയോഗിച്ച് അയാൾ തെറി പറയുന്നുണ്ട്. ഒപ്പം തന്നെ അയാൾ വീണ്ടും ശരീരം കൊണ്ട് പ്രതിമയ്ക്ക് നേരെ ഇടിക്കുന്നുണ്ട്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം ഉണ്ടായത്. ഉടൻ തന്നെ നാട്ടുകാർ ഈ വിവരം പോലീസിൽ അറിയിച്ചു. അയാൾ സമീപത്തെ കടകളിലും എത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അവസാനം പുനലൂർ പോലീസ് എത്തിയാണ് ഇയാളെ കൊണ്ടുപോയത്. ഇയാൾ സ്ഥിരം പ്രശ്നക്കാരനാണ്. ഇയാൾ മദ്യപിച്ചു കഴിഞ്ഞാൽ റോഡിലൂടെ പോകുന്ന സ്ത്രീകളോടക്കം അസഭ്യം പറയുകയും മോശമായി പെരുമാറുകയൊക്കെ തന്നെ ചെയ്യുന്ന വ്യക്തിയാണെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ വ്യക്തി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ അടക്കം എത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരാൾ കൂടിയാണ്. ശരി, കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്. അസഭ്യവർഷം നടത്തിയ യുവാവ് ഹരിലാൽ സ്ഥിരം പ്രശ്നക്കാരനാണ്. ഇതിനു മുൻപ് മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയിലും അതോടൊപ്പം പിങ്ക് പോലീസിന്റെ വാഹനത്തിന് നേരെയൊക്കെ ഇയാളുടെ അതിക്രമം ഉണ്ടായി.